ഇന്നിച്ചിരി ഭക്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങളുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 10 ദിവസത്തെ തിരുത്സവമാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. ഇന്ന് ഞാനെന്ന് പറയുന്ന മഹാ അത്ഭുതം പൂജാതയായ ദിവസമാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു പിറന്നാളാണ്. അറിഞ്ഞില്ലായിരുന്നു. അമ്പലത്തിലെ ഉത്സവമാണെന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്നുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയണു. അല്ലാതെ ഒന്നും പണ്ടൊന്നും എൻ്റെ പിറന്നാളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഈ 10 പ്രായം പറയണ്ട അല്ലേ. ഇത്രയും വർഷമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും അമ്പിളിയുടെ പിറന്നാളാന്ന് പറയും. അത് ഓർക്കും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സന്തോഷം വരും. ആദ്യകാലത്തൊക്കെ വല്ലൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ച് തരുമായിരുന്നു. ഇപ്പം അതുമില്ല കേട്ടോ. ഇപ്പം തിരക്കാന്നും പറഞ്ഞു മറന്നുപോയി. എന്നാലും ഓർക്കുമ്പോൾ വിളിച്ചു പറയും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്നെ കളിപ്പിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങളെന്നെ പൊങ്കാലയ്ക്ക് ഇട്ടേക്കരുത്. എൻ്റെ ഏപ്രിൽ 1-ാം തീയതി എൻ്റെ പിറന്നാൾ. ഇന്നിപ്പം നാള് വരുന്നതാണ്. നാള് വരുമ്പം തിരുവോണമാണ് നാൾ. അപ്പം പിന്നെ അത് ഈ ദിവസങ്ങളിലാണ് തന്നെ. ഏപ്രിൽ 1-ാം തീയതിയാണ് ഞാനുണ്ടായതെന്ന് പറയണേ. അപ്പോൾ എന്നെ കളിപ്പിച്ചെല്ലാവരും പറഞ്ഞത് എന്നാണെന്നറിയാവോ? എന്നെ അമ്മ പറഞ്ഞു പ്രസവ വേദനയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്ന് പോടി, ഏപ്രിൽ 1-ാം തീയതി ആയപ്പോൾ നീ ചുമ്മാ ഏപ്രിൽ ഫൂൾ പറയല്ലേ എന്നിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് കളിപ്പിക്കും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഇരുന്ന് പറയും. അപ്പം പറയും അങ്ങനെ ഉണ്ടായത് അമ്പിളി എന്നിങ്ങനെ പറയും. ശരിക്കും ഞാനുണ്ടായത് ഏപ്രിൽ 1-ാം തീയതി. ഇടിക്കുകയാന്നേ കുഴപ്പമില്ല, പോട്ടെ. അപ്പം ഞാനെന്ന് പറയുന്ന അത്ഭുതം ഉണ്ടായ ഒരു ദിവസമായി ഇന്ന്. നാള് വെച്ച് ഡേറ്റ് വെച്ചാകുമ്പോൾ ഏപ്രിൽ 1-ാം തീയതി, അതായത് മലയാള മാസം വെച്ച് മീനമാസത്തിലെ തിരുവോണം എന്നിങ്ങനെ പറയും അല്ലേ. മീനമാസത്തിലല്ലേ മീനമാസത്തിലെ തിരുവോണം. ആലോചിക്കുകയല്ലേ ഇതിപ്പോൾ കുംഭമാസമല്ലേ മീനമാസമാണോ ഇങ്ങനെ പെട്ടെന്ന് ഒരു ചിന്തയിലേക്ക് വന്നു ഇല്ലേ. അപ്പം അതങ്ങനെ. പിന്നെ ഞാനിന്ന് പോയപ്പോൾ കടയിൽ സാധനങ്ങൾ ഇരിക്കണം കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി കേട്ടോ. അതായത് നമ്മൾ സാധാരണ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന, സ്ത്രീകളെന്നല്ല മനുഷ്യർ തന്നെ ചിലവാക്കുന്ന എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതുണ്ട്. ഏറ്റവും കൂടുതൽ വസ്ത്രത്തിനും അതേപോലെ ഈ ആക്രി മേടിച്ചു. പിന്നെ ഈ മൊബൈൽ ഫോൺ പോലെ ഇലക്ട്രോണിക്സ് സാധനങ്ങളും ഒക്കെ മേടിച്ചാൽ നമ്മൾ സ്ത്രീകൾ അധികവും പൈസ കളയുന്നത് അല്ലേ. ഇന്നിപ്പം ഇങ്ങനെ കുഞ്ഞു പെട്ടിക്കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ കണ്ട ആക്രി വളകളും മാലകളും ഒക്കെ ഇരിക്കുന്ന കൊതിയാവും. അതേപോലെ ഈ മോതിരത്തെ പേരെഴുതുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം തുറന്നു തന്നെയുള്ളൂ. രാവിലെ പോയി, ഭയങ്കര തിരക്ക് വന്നതിന് മുമ്പ് പോയി. അതുകൊണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇടാവേ. അപ്പോൾ അതാണ് പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പണ്ടൊന്നും നമുക്കിങ്ങനെ ഈ ബർത്ത്ഡേക്ക് ഡ്രസ്സ് മേടിച്ചോ അല്ലെങ്കിൽ എന്നാ പറയണേ ഇങ്ങനെ ഒന്നും ഡ്രസ്സുകളൊന്നും ഒത്തിരി ഒന്നും മേടിച്ച് കിട്ടാറില്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ ഡ്രസ്സ് മേടിക്കണത് എങ്ങനെയായിരുന്നു? ഒരു 5 വർഷത്തേന് ഇടാൻ പാകത്തിനുള്ള ഡ്രസ്സായിരുന്നു മേടിക്കണേ ഇല്ലേ. ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടല്ലേ, എടാ നീ പെട്ടെന്ന് അല്ലെങ്കിൽ എടി നീ പെട്ടെന്ന് വളർന്നു പോകും, അപ്പോൾ ഇച്ചിരി വലിയ ഡ്രസ്സ് എടുത്തോ അങ്ങനെയും പറഞ്ഞിട്ട് ഇച്ചിരി വലുതല്ലേ എടുക്കും, വല്ലപ്പോഴും അല്ലേ ഇടണുള്ളൂ, അപ്പോൾ ഇച്ചിരി വലുതെടുത്തോളാൻ പറയും. ഒരു 5 വയസ്സായ കൊച്ചിനെടുക്കുന്ന ഡ്രസ്സ് ചിലപ്പോൾ ഒരു 7 വയസ്സ് 8 വയസ്സുള്ള പിള്ളേർക്കുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വരും. കാരണം കൊച്ചു വലുതാവുമല്ലോ എന്ന്. നമ്മൾ പിന്നെ ഇടുന്ന ഈ ഡ്രസ്സ് ഒരു 5 വർഷം 6 വർഷം ഇരിക്കും നമ്മുടെ ഒരു അവസ്ഥയെ. അപ്പോഴത്തേനും ആ ഡ്രസ്സിൻ്റെ എനിക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം മേടിച്ച കല്യാണ സാരി അത് പിന്നെ നമ്മളങ്ങനെ എന്നാ പറയണേ ഇങ്ങനെ ചില്ലുകൂട്ടിലിങ്ങനെ സേഫായിട്ട് വെച്ചേക്കുവാണല്ലോ. ഉടുക്കണ പോലുമില്ല, ഉടുക്കാൻ പോലും പറ്റുമില്ല. അത് കൂട്ട് സാരിയാണ്. അപ്പം അതൊന്ന്. പിന്നെ വേറെ കുറച്ച് ആ സമയത്തൊക്കെ മേടിക്കുന്ന ഡ്രസ്സുകൾ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചേക്കും. വല്ലപ്പോഴും ഇടും. അത് കഴുകി അങ്ങനെ വെക്കും. വെയിലൊന്നും കൊള്ളിക്കാതെ തണലത്തിട്ട് ഉണക്കി ഒക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല. ഉള്ളത് മേടിക്കുമ്പോൾ ഒരു 5-6 വർഷം ഇടണം, അതാണ് ഉദ്ദേശം. മിനിമം 10 വർഷമെങ്കിലും. ശരിയാണോ ഞാനീ പറഞ്ഞത്? മിക്കവരും തന്നെ മേടിച്ച് കൂടുന്നത് അങ്ങനെയാണ്. ചില വലിയ ഡ്രസ്സ് മക്കൾക്കൊക്കെ ഡ്രസ്സ് മേടിക്കണത് അങ്ങനെയായിരിക്കും. അതേപോലെ നമ്മൾ ചില പരിപാടി കാണിക്കും. ചിലർ നമ്മുടെ വീടുകളിലൊക്കെ ഈ മക്കൾക്ക് ഉടുപ്പുകളൊക്കെ കൊണ്ടുത്തരും ഇല്ലേ. ചിലപ്പോൾ വണ്ണമുള്ള കൊച്ചായിരിക്കും, ചിലപ്പോൾ മെലിഞ്ഞ കൊച്ചായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വലിയ കൊച്ചായി പോയി കഴിയുമ്പോൾ ഇവർ കുഞ്ഞാന്ന് ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇവർ ആ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വരും.
ഇവിടെ വരുമ്പോൾ കൊച്ചിന് പാവമല്ലായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മളെപ്പോൾ ഡ്രസ്സ് മേടിച്ചാലും നമ്മൾ ഇച്ചിരി വിളിച്ച് ചോദിച്ചിട്ട് അവരോട്, നമ്മൾ രഹസ്യമായിട്ട് മേടിക്കണമായിരിക്കും അവർക്ക് ഡ്രസ്സൊക്കെ. അപ്പം നമ്മൾ എപ്പോഴാണേലും ഒന്ന് വിളിച്ച് ചോദിച്ച് അവരുടെ സൈസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മേടിക്കണമായിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ പോകും, വെറുതെ എന്തിനാ അവരെടുത്ത് അത് ദൂരെ കളയുള്ളൂ. ആ ഒരു വിഷമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും സാധനങ്ങൾ മേടിക്കുമ്പം ഒന്ന് ആലോചിച്ചിട്ട് മേടിച്ചാൽ മതി. പിന്നെ എൻ്റെ പൊന്നേ മതി, എന്ത് സാധനങ്ങളാണോ നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതേപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്തത് മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കാണ്ടിരിക്കുക. നമ്മൾ സ്റ്റൈല് കണ്ടിട്ട് നമ്മൾ ചിലരുടെയൊക്കെ വീട് കാണുമ്പോൾ ഒക്കെ നമ്മൾ ഓർക്കും, ഇത് കൂട്ടി 2 എനിക്ക് മേടിച്ച് വെക്കണം, അല്ലെങ്കിൽ ചുമ്മാ ആവശ്യമില്ലെങ്കിലും നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണം. അത് ഒരു കാര്യം. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യം തന്നെ വീണ്ടും വരാം. നമുക്ക് കടയിലൊക്കെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മളൊന്നും മേടിക്കണില്ല എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്താൽ മിക്ക സ്ത്രീകളും അതെ, വലിയ സാധനം ഒന്നും മേടിക്കണ്ട, അത്യാവശ്യം ഉണ്ടല്ലോ മേടിക്കണ്ട എന്ന് പറഞ്ഞു കടയിൽ കയറുമ്പോൾ ഇതിനെന്നാ വില ചേച്ചി, ഇതൊന്നെടുത്തേ ഇതെടുത്തേ എന്ന് പറഞ്ഞ് അവസാനം നമ്മൾ ഒരു 3 സാധനമെങ്കിലും മേടിച്ചുകൊണ്ടല്ലേ കടയിൽ നിന്ന് ഇറങ്ങുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, എവിടെ പോയാലും നമ്മൾ അങ്ങനെയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ടായി ഇറങ്ങുള്ളൂ. നമുക്ക് വേണോ എന്ന് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് വേണം ഇത് വേണം. പലരും നമുക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ തരും, നമ്മുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ട് മിനിമലിസം ആയിരിക്കണം, ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മേടിക്കരുത്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പോകും. സംഭവമൊക്കെ ശരിയാണ്, നമ്മളതെല്ലാം അനുസരിക്കാൻ തയ്യാറുമാണ്. നമ്മൾ കടയിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് അതൊരെണ്ണം മേടിച്ചാലോ, അത് ആ വീട്ടിൽ ഇരിക്കണ നല്ല രസമുണ്ട് അതുകൊണ്ട്, എന്നിട്ട് നമ്മൾ പൊടിയും പിടിപ്പിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചേക്കും. നമുക്ക് ഒരു ഉപയോഗവും കാണില്ല, ഒരു പാത്രം പോലും. നമ്മൾ ചിന്തിച്ച് നോക്കി, എന്തിനാ മേടിക്കണേന്ന് നമുക്ക് പോലും അറിയത്തില്ല, നമ്മുടെ കയ്യിൽ പൈസ പോവുകയും ചെയ്യും. ശരിയാണോ? ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എല്ലാവർക്കും തന്നെ പറ്റണതല്ലേ. എന്തിനാ മേടിക്കണേന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഡ്രസ്സുകൾ, ഈ കമ്മൽ, മാല, വള ഇങ്ങനെയുള്ള എല്ലാം മേടിച്ചിട്ട് നമ്മൾ എവിടെ ഇട്ടുകൊണ്ട് നടക്കാനാന്നേ. ചിലർ കുപ്പികളെയൊക്കെ മേടിച്ച് വയ്ക്കും. എൻ്റെ പൊന്നേ മതി, പല സൈസ് ഓരോ സാരിക്ക് ചേരണോ ഇതാണെന്ന് പറഞ്ഞ് അങ്ങ് മേടിച്ച് കുപ്പിവള പോലത്തെ അത് കൂട്ടൊക്കെ മേടിച്ച് വയ്ക്കും. എന്നിട്ട് ഉപയോഗിക്കുകയില്ല. അതിങ്ങനെ മാല പോലെ ഇങ്ങനെ ഓരോ സ്റ്റാൻഡേൽ ഇങ്ങനെ കോർത്ത് വെച്ചേക്കുന്നു. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കമ്മലുകൾ തന്നെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കമ്മലുകൾ തൊട്ടുണ്ട് അവരുടെ കയ്യിൽ, അത് ഉപയോഗിക്കണേ ഇല്ല അവർ. കാരണം എവിടെ ഇടാനാ? എന്നിട്ട് ആ പുള്ളിക്കാർ പറയുന്നത് ഇങ്ങനെ കാതിൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര വേദനയാണ് കാതിന്, അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല എന്ന്. കാണുമ്പോൾ മേടിച്ചും വെക്കുമെന്ന്. കാണുമ്പോൾ മേടിച്ച് വയ്ക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ നിന്ന് ചിക്കിലി ഇറങ്ങിപ്പോകുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല അല്ലേ. നമുക്ക് വരുന്ന കുഴപ്പങ്ങളാണ്, നമ്മൾ അറിയില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. ഈ കാണുന്ന ആക്രികളെല്ലാം, അതേപോലെ ഉത്സവപ്പറമ്പിൽ ചെന്ന് നമ്മൾ സാധനം മേടിക്കാൻ പോയാൽ കാര്യം പറഞ്ഞാൽ കാണുമ്പോൾ എല്ലാം മേടിക്കാൻ തോന്നും കേട്ടോ. പക്ഷെ എല്ലാത്തിനും അന്യായ വിലയാണ്. ഇന്ന് ഞാൻ ചുമ്മാ നിസ്സാരം ഒരു മോതിരം ഇരിക്കുക, നല്ല രസമുണ്ട് ഒരു മോതിരം. അപ്പം ഞാൻ ചുമ്മാ വില ചോദിച്ചപ്പോൾ 65 രൂപയെന്ന്. കുഞ്ഞ് പ്ലാസ്റ്റിക് പോലത്തെ ഗുരുവായൂരപ്പൻ്റെ ഒരു പടമുള്ളൊരു മോതിരം, അതിന് 65 രൂപയെന്ന്. ഒരു ഇച്ചിരി സ്വർണം പോലെയൊക്കെ ചുറ്റുമൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ ചുമ്മാ ചോദിച്ചാൽ പറഞ്ഞാൽ ഞാനിങ്ങനെ പോരുകയും ചെയ്തു. ഞാൻ മേടിച്ചൊന്നുമില്ല കേട്ടോ. പണ്ടാണെങ്കിൽ മേടിച്ച് കൂട്ടിയേനെ കേട്ടോ. പണ്ടിങ്ങനെ മേടിച്ചു കണ്ട സാധനം എല്ലാം മേടിക്കും. ഒരു സമയത്ത് ജോലിയുള്ള സമയം ഉണ്ടായിരുന്നേ, ആ സമയത്തൊക്കെ ഇച്ചിരി കൈ കാശുണ്ടല്ലോ, അപ്പം നമ്മൾ കുറേ ഡ്രസ്സ് മേടിക്കുക, കുറേ കോട്ടൺ ഡ്രസ്സൊക്കെ ഇങ്ങ് മേടിക്കും. യാത്ര പോകുമ്പോഴൊക്കെ ഇടാൻ എളുപ്പമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് മേടിക്കും ഇത് മേടിക്കും, കുറേ പൈസ അങ്ങനെ കളയുമായിരുന്നു. പിന്നെ ചുരിദാറൊക്കെ ഇട്ട് പഠിച്ച് ഭയങ്കര സംഭവം കേട്ടോ. ഭയങ്കര നാണമായിരുന്നു. വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടന്ന് ശീലിച്ച് പരിശീലനം നടത്തി എന്നാ പറയുക, നമ്മളീ പറയില്ലേ ട്രെയിനിങ് പീരീഡൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ കൂടെ മുറിക്കകത്തോടെ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പുറത്തൊന്ന് ഇറങ്ങി അകത്ത് കയറി അങ്ങനെ കുറച്ച് നടന്ന് അവസാനമാണ് ഒന്ന് ചുരിദാറൊക്കെ ഇട്ട് പുറത്തിറങ്ങാനൊക്കെ ഒന്ന് പഠിച്ചത്. അപ്പം ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോൾ ഇച്ചിരി തിരക്കാം. നാളെ ഒരു 2-3 ആൾക്കാർ ഗസ്റ്റുകൾ വീട്ടിൽ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.